പഞ്ചാബ് ഗവർണർ സ്ഥാനം രാജിവെച്ച് ബൻവാരിലാൽ പുരോഹിത് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറി. ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെച്ചു. വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ചേരുന്നു. ഭദ്ര, നേരത്തെ തന്നെ സർക്കാരുമായി വലിയ നീരസത്തിലായിരുന്നു. നിരവധി തവണ ഇതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗവർണറുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ രാജിയുടെ കാരണം വ്യക്തിപരമാണെന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മാനങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ സർക്കാർ പോര് അവിടെ അതും പഞ്ചാബിലും നമുക്ക് പ്രകടമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം രാജി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായിരുന്നു. ആ പദവി കൂടി അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ഇന്നാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് ഇതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സൂചിപ്പിച്ചത് രണ്ട് വരികളിൽ ഒതുങ്ങുന്ന രീതിയിലായിരുന്നു രാജിക്കത്തുണ്ടായിരുന്നത്. അതായത് വ്യക്തിപരമായ ചില കാരണങ്ങളാണ് രാജിക്ക് പിന്നിൽ, ഈ രാജി സ്വീകരിക്കണം, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാജിക്കത്തായിരുന്നു അദ്ദേഹം ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുള്ളത്. നേരത്തെ പല പ്രശ്നങ്ങളും, അതായത് ഈ നിയമസഭയിൽ ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ വലിയ രീതിയിൽ ഗവർണർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രപതി ഭരണം വേണം സംസ്ഥാനത്ത് എന്നൊക്കെ തലത്തിൽ സംസാരിക്കുന്ന ഘട്ടം വരെ ഉണ്ടായി പഞ്ചാബിൽ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ രാജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലൊരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് തനിക്ക് ചില ചുമതലകൾ നിറവേറ്റാനുണ്ട്, അതുകൊണ്ടാണ്, പിന്നെ ചില പ്രായാധിക്യത്തിന്റെ കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ളൊരു റിപ്പോർട്ടല്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറയുന്നത് തനിക്ക് വ്യക്തിപരമായ ചില ചുമതലകൾ നിറവേറ്റാനുണ്ട്, അത് ചെയ്യാനുണ്ട്. അതിനുശേഷം അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ പ്രതികരണം നടത്താമെന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2021 പഞ്ചാബിന്റെ ഗവർണറായി അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. നേരത്തെ തമിഴ്നാട്, അസം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയൊക്കെ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇന്നിപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരു തർക്കത്തിന് ഇവിടെ വിരാമമാകുന്നു എന്ന തരത്തിലാണ് പല ദേശീയ മാധ്യമങ്ങളും തലക്കെട്ട് കൊടുക്കുന്നത്. അതായത് പ്രകടമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോര് നിലനിന്നിരുന്നു എന്നുള്ളത് അജിംഷാദ്. തീർച്ചയായും ഭദ്രാചന്ദ്രനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.